ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ എഴുന്നേറ്റ് 6 മണിയായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ അത് തീ കത്തിച്ചിട്ടുണ്ട് മുറ്റത്ത്. ഒരു അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 അരി കൂട്ടിയിട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ ചായ അടുപ്പത്ത് വെച്ച് പിന്നെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റേഷൻ്റെ അരിയുടെ വെള്ള അരി ഉണ്ടല്ലോ, വെള്ള പുഴുക്കലരി, അതാണ് വെള്ളത്തിലിട്ടേക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, കാണാനും നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പുട്ട് കുഴയ്ക്കാനുള്ള സമയമോ അങ്ങനെ ഒന്നും വേണ്ട, ഇതിന് കുഴയ്ക്കാണ്ടൊക്കെ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ തലേദിവസം ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു അരി ഒന്നും കൂടി ഒന്ന് കഴുകി വെള്ളം വാലാനായിട്ട് വെക്കുക കേട്ടോ. അത്യാവശ്യം ഒന്ന് വെള്ളം വാന്ന് പോകണം, അല്ലെങ്കിൽ പിന്നെ മിക്സിയിൽ പൊടിക്കുമ്പോൾ അതാകെ ഒരു ഉണ്ട പരുവായിട്ട് കിടക്കും. ഇതാകുമ്പോൾ ശരിക്കും പൊടിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഇന്ന് ചെറുപയറാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആദ്യത്തിന് മുതിര വാങ്ങിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ മുതിര ചൂടല്ലേ, അതിപ്പോൾ ഭയങ്കര ചൂടുമല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ചെറുപയറാക്കി. ചെറുപയർ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ അതൊന്ന് അരിച്ചെടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് പാത്രത്തിലാക്കി അരിച്ചെടുക്കില്ല, അതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഇത്ര മണികൾ ചെയ്തപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ചു. പഞ്ചസാര മുന്നേ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി ചായപ്പൊടി കൊണ്ട് ഇട്ടിട്ട് അത് ഓഫ് ചെയ്തു. അതേ അടുപ്പിൽ തന്നെ ഓഫ് ചെയ്യണേറ്റ് മുന്നേ നമ്മുടെ കുക്കർ എടുത്ത് വെച്ചു. അതിലേക്ക് ചെറുപയറും ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് അത് 2 വിസിലടിച്ച് അപ്പം തന്നെ തുറക്കാം. ചെറുപയർ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പുട്ടിനുള്ള പൊടി ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഓവറായിട്ട് ഇതിൽ ഇടാൻ പാടില്ല, അപ്പോൾ ശരിയാവില്ല. ഒരു 1/4 ഭാഗം, മിക്സിയുടെ 1/4 ഭാഗം മാത്രം അരിയിട്ടിട്ട് ക്രഷ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. വേണമെങ്കിൽ നമ്മൾ പൊടിക്കുന്ന നേരത്ത് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇടങ്ങിടാം. ഞാൻ ലാസ്റ്റ് ഒരു മിക്സ് ചെയ്യുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതങ്ങനെ ഒരു മിക്സിയുടെ 1/4 ഭാഗം എടുത്ത് അങ്ങനെ പൊടിച്ചെടുത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അരി 2 തരം അരിയും കൂടി കൂട്ടിയിട്ടിട്ടാണ് വെക്കണേന്ന്. അപ്പോൾ ആദ്യം നല്ല അരി പകുതി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് ഒരു വിധം ആവുമ്പോഴാണ് പിന്നെ റേഷനരി, ഈ വെള്ളരി തന്നെ വയ്ക്കുമ്പോൾ ഒരു ടേസ്റ്റില്ല, ഒരു ഒട്ടലൊക്കെ ഉണ്ട്. പ്രാവശ്യം കിട്ടിയത് ഒരു നല്ല അരിയല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് 2 അരിയും കൂടി കൂട്ടിയിട്ടിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം ആ അരി ഒരുവിധം തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി ഈ റേഷൻ്റെ അരിയും കൂടിയും അതിലേക്ക് ഇട്ടുങ്ങാട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഇനി ഒന്നും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് ആ അരിയും കൂടി ഒന്ന് വേവണ വരെ അവിടെ കിടന്ന് തീ കത്തിക്കോട്ടെ. ഇനി തീ കത്തിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് ആ പുട്ടുകുടം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ചെറ്റപ്പുട്ടിലാണ് വയ്ക്കാറ്, ചിലപ്പോൾ ഇതിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ പുട്ടുകുടം വയ്ക്കുമ്പോൾ നമ്മുടെ ആ കുമ്പം എന്നല്ലേ പറയുക, ആ കോലോത്സവത്തിന്. അപ്പോൾ അതും കൂടി വെക്കുക. എന്താ വെച്ചാൽ നമ്മൾ അങ്ങനെ ചൂടാക്കിയിട്ട് പൊടി നിറയ്ക്കാന്ന് വെച്ചാൽ അതിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കുത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ വെള്ളം അടുപ്പത്ത് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ കുമ്പം കൂടെ വയ്ക്കുക. എന്നിട്ട് ഒരു ഇതിന് ആവി കൊള്ളണം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് ഒട്ടിപ്പിടിക്കാണ്ടൊക്കെ കിട്ടും. അല്ലെങ്കിലും ഈ അരി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള കളറും നല്ല സോഫ്റ്റും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു പുട്ടേക്ക് ഭയങ്കര ഇഷ്ടം. വേറെ ഒരു കറിയൊന്നും വേണ്ട ഇതിന് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പോഴേക്കും നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ട്. അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ച് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുത്തിപ്പൊടിച്ച മുളകും കൂടി ഇട്ട് മൂപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചോറിലേക്കുള്ളൊരു സൈഡും പുട്ടിലേക്കുള്ള സൈഡും കൂടിയാണ് കേട്ടോ. 2 എന്താ പറയുക, ഉത്തരവാദിത്തം ഉണ്ട് നമ്മുടെ ചെറുപയറിന് ഇന്നത്തെ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വല്ലാണ്ട് ഡ്രൈ ആക്കാനും പറ്റില്ല, വല്ലാണ്ട് അങ്ങനെ ചാറാക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കാരണം ഒരു മീഡിയം സൈസിൽ ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചു. അതിനിടയ്ക്ക് ചേട്ടന് പോവാറായി. ചോറാവണേ ഉള്ളതൊന്നല്ല, കറി ചെറുപയർ മാത്രമായിട്ടുള്ളൂ, ചാറ് കറി ആയിട്ടില്ല. പിന്നെ ചേട്ടന് പിന്നെ പലഹാരത്തിനോട് പ്രിയം ഇത്തിരി കൂടുതലാണ്. അപ്പം ഞാൻ ഇത്തിരി കൂടുതൽ പുട്ടയിലെടുത്ത് വെച്ചു, രാവിലെ കഴിക്കാൻ നേരില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് കാരണം ഇത്തിരി കൂടുതൽ പുട്ടും കൂടി വെച്ച് ഇനി രാവിലെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചോ, ഉച്ചയ്ക്ക് ഒരു കഷ്ണം കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. എന്താ ചെയ്താവോട്ടാ അതെനിക്കറിയില്ല, ഞാൻ വൈകുന്നേരം വന്നപ്പോൾ ചോദിക്കാൻ മറന്നുപോയി. പിന്നെ നമ്മുടെ ചെറുപയറും നിറച്ച് തന്നെ കൊടുത്തു വിട്ടു. അപ്പോൾ പിന്നെ 2 കൂടി ആകുമ്പോൾ വിശപ്പ് മാറാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് 2ഉം ആക്കി ചേട്ടൻ്റെ കയ്യിൽ തന്നെ കൊടുത്തു. കവറിലൊന്നും ആക്കി അങ്ങനെ ബാഗിലാക്കി വയ്ക്കുക അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ആക്കിയിട്ട് മേശപ്പുറത്ത് വയ്ക്കും, അത്രേ ചെയ്യുള്ളൂ. ഇതാ പുട്ട് അവസാനത്തെ ഒരു കുഞ്ഞ് കഷ്ണം കൂടി ഇനി ബാക്കിയുള്ള. അപ്പോൾ അവസാനം കുറച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കളയാനായിട്ട് തോന്നിയില്ല. അപ്പോൾ ഉള്ള നാളികേരം പൊടിയും കൊണ്ടൊക്കെ മിക്സ് ചെയ്തിട്ട് അവസാനത്തെ ഒരു കുഞ്ഞ് കഷ്ണം പുട്ടും കൂടി ഉണ്ടാക്കി. എങ്ങനെയുണ്ട് നമ്മുടെ പുട്ട് കാണാൻ? സൂപ്പറല്ലേ? പിന്നെ ഞാൻ ഇന്നത്തെ ചാറുകറി എന്ന് പറയാൻ ചെമ്മീനും മാങ്ങയാണ് വെച്ചിട്ടുള്ളത്. ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, അതിൻ്റെ റെസിപ്പിയൊക്കെ കുറേ കാണിച്ചിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ഇന്ന് അതിൻ്റെ റെസിപ്പി കാണിക്കണില്ല കേട്ടോ.
പിന്നെ അതാ നമ്മുടെ ചോറപ്പോഴേക്കും വെന്തിട്ടുണ്ട്. അത് എടുത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഊറ്റി വെച്ചു. പിന്നെ എനിക്ക് ഒരുവിധം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ വലിയൊരു ക്ലീനിങ് പരിപാടിക്കൊന്നും സമയം ഉണ്ടായില്ല. അത്യാവശ്യം അടുക്കളയൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. വൈകുന്നേരം വന്ന് ഞാൻ അപ്പം തന്നെ പുട്ടൊരു കഷ്ണം ബാക്കിയുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചു. പിന്നെ കറി വേഗം ചൂടാക്കി. എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് കറി ചൂടാക്കുമ്പോഴേക്കും അത് കേടായി പോവും. ഇന്ന് കറി പകർത്തി വയ്ക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം വെച്ചു. പിന്നെ ചോറ് ഞാൻ ഇപ്പോൾ എന്തായാലും ചോറുമ്മയ്ക്ക് പരിപാടിക്ക് പോകണില്ല, വേഗം അലക്കിയിടാമെന്ന് ചോദിച്ചു. കുറേ കല്ലും അലക്കണ ഡ്രസ്സുകളുണ്ട്. ശ്രീകുട്ടൻ്റെ ഡ്രസ്സുകളാണ് കൂടുതൽ. ശ്രീകുട്ടൻ്റെ എൻ്റെ കേട്ടോ. എന്താ വെച്ചാൽ അവൻ്റെ ഒക്കെ ലൈറ്റ് കളർ പാൻറ്റും ലൈറ്റ് കളർ ഷർട്ടുകളൊക്കെയാണ് കൂടുതലും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വേഗം അത് കല്ലുമ്മ അലക്കിയിടുക. അപ്പോൾ രാത്രിയിലത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ അത്. നമ്മുടെ അമ്പിളിയമ്മോനെ വീഡിയോയിൽ കിട്ടുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എന്നാൽ ആളെ കിട്ടിയിട്ടാണ്. പിന്നെ ഞാൻ തുണികളൊക്കെ വിരിച്ചിട്ടു. തുണികൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ഒരു ലോഡും കൂടിയും ശരിക്കും മെഷീനിൽ ഇടാനുള്ളതും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം കൂടി വിരിച്ചിടാൻ സ്ഥലമില്ല, പിന്നെ അങ്ങോട്ട് നീക്കിയിട്ടൊക്കെ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എപ്പം മഴ പെയ്യും എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണല്ലോ മഴയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ മഴ പെയ്തൊക്കെ നനഞ്ഞു പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഈ നല്ല ഡ്രസ്സുകൾ മാത്രം ഇന്നിടാം. കുറച്ച് നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു മഴ കൊള്ളണോടത്ത്, അത് രാത്രി വന്ന് എടുത്തിടാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ എല്ലാതും വിരിച്ചിട്ടു കേട്ടോ. പിറ്റേ ദിവസം എന്തായാലും വാഷിംഗ് മെഷീനിൽ തുണി ഇടാമെന്ന് വിചാരിച്ചു. ഒരുമിച്ച് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും കുറേ പണിയുണ്ട്. വിരിച്ചിട്ട സ്ഥലമാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഒന്നിച്ചങ്ങോട്ട് അലക്കി ഒന്നിച്ചങ്ങോട്ട് എടുക്കുക തന്നെയാണ് നല്ലത്. അങ്ങനെ നമ്മുടെ വിരിച്ചിടലൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്ന് വേഗം പാത്രങ്ങൾ കഴുകി വെച്ചു കേട്ടോ. ചോറ് തിളപ്പിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം വേഗം പാത്രം കഴുകാൻ നിന്നും. അപ്പോൾ പിന്നെ പണികൾ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഏതായാലും ഫുഡ് കഴിക്കൽ സേവട്ടം വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്നും എല്ലാ പണിയും കഴിച്ച് വെച്ച് ചോറുണ്ണാൻ തയ്യാറാക്കി വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഒരുമിച്ച് കഴിക്കാമല്ലോ. 9:30 ആകുമ്പോഴേക്കാണ് നമ്മുടെ വീട്ടിലെത്തുക. സേവട്ടനും ചേട്ടനും കൂടിയും ഇപ്പോൾ തൽക്കാലം വണ്ടി ഇല്ലാത്ത കാരണം കൊണ്ട് അവിടെ ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് മൂത്ത ബൈക്ക് എടുത്ത് പോയിട്ടാണ് ശ്രീകുട്ടനെ കൊണ്ടുവരുന്നത് കേട്ടോ. ഓട്ടോ വിളിച്ചിട്ട് വരാനൊന്നും മുതലാവില്ല. 450 രൂപയ്ക്ക് ഒരു ദിവസം വരും. അപ്പോൾ അത് നമുക്ക് അതിലും ഭേദം ജോലിക്ക് പോകേണ്ടിരിക്കില്ല. അപ്പോൾ അത് പറ്റില്ല. വണ്ടി ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങോട്ട് പോയതൊക്കെ പിടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാതും കൂടിയും ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതെന്ന് തോന്നി. പിന്നെ ക്ലീനിങ് രാവിലെ കഴിക്കാത്ത കാരണം വേഗം ഞാനൊന്ന് ക്ലീനിങ് കൂടി ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസം പനിയായിട്ടിരുന്ന കാരണം നമ്മുടെ കൗണ്ടർ ടോപ്പ് ആ ഒരു ഗ്രേ ഗ്രാനൈറ്റ് ആയ പോലെയായിരുന്നു. ഒരു തിളക്കം നഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് തേച്ച് കഴുകി തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്ലീനായി നമ്മുടെ ഗ്രാനൈറ്റൊക്കെ ഉണ്ട്, നല്ല തിളക്കമായി. അപ്പോൾ എനിക്ക് സമാധാനമായി കേട്ടോ. അടുക്കള വൃത്തിയില്ലാണ്ട് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു സമാധാനമില്ല. ഇപ്പോഴും ആ ജനലേമൊക്കെ നിറയെ ഐറ്റംസൊക്കെ ഉണ്ട്, അതൊക്കെ പതുക്കെ മാറ്റണം. പനി മാറിയെങ്കിലും ചുമ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവർക്കുള്ള മുട്ട പൊരിച്ച് വെച്ചു. ശ്രീകുട്ടൻ എപ്പോഴും വെറൈറ്റി വേണ്ട ആളാണ്. അപ്പോൾ ഓരോ ദിവസം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ മുട്ട പൊരിച്ച് കൊടുക്കുക. ഇന്ന് അവന് സാധാരണ ഓംലേറ്റാണ് കേട്ടോ. നമ്മുടെ ചൂന്യമുളകും പച്ചമുളകും സവോളയും ഒക്കെ വഴറ്റിയിട്ട് മുട്ട ഉപ്പിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. വല്ലാണ്ട് കുത്തിപ്പൊരിച്ചില്ല, എന്നാലും ഒരു അപ്പം പോലെ ഉണ്ടാക്കി. പക്ഷെ എന്നാലും പൊട്ടിപ്പോയിണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഞാൻ ഇത്തിരി ബീഫ് മസാലയും തക്കാളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു അടിപൊളി രീതി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ആ വീഡിയോയിൽ പല സ്ഥലത്തും എനിക്ക് ശബ്ദം നിർത്തേണ്ടി വരുന്നുണ്ടെന്ന് വെച്ചാൽ ചുമ അങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ മാറിയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ 4 ആൾക്കും 4 തരത്തിലാണ് മുട്ട പൊരിക്കേണ്ടത്. അത് കാരണം ഞാനൊക്കെ നമ്മുടെ ആദ്യത്തിന് നമ്മൾ ഉള്ളി മുളക് മൂപ്പിച്ച് കുത്തുമുളകൊക്കെ മൂപ്പിക്കില്ലേ, അത് മാത്രം ഇഷ്ടമുള്ള. ശ്രീകുട്ടൻ വെച്ചാൽ അത് കുത്തുമുളകിനോട് അത്ര ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ അതാ ശ്രീകുട്ടൻ വന്നു. പിന്നെ ആദ്യത്തിൻ്റെ വക ഒന്ന് കുളിക്കാൻ പോക്കൊക്കെ ഉണ്ട്. ചോറ് കഴിക്കാൻ വിളിച്ചാൽ ചേട്ടൻ പിന്നെ ഒന്നുമില്ല, ഡ്രസ്സ് മാറി കൈ കഴുകി വേഗം വന്ന് ഉണ്ണായിരുന്നോളും. ഞാനെന്തായാലും തുടങ്ങി. എന്താ വെച്ചാൽ 9:30 ആയില്ല, എനിക്ക് നല്ല വിശപ്പായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്.